കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വണ്ടി പരിചയപ്പെട്ടായിരുന്നു. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോയുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഇതേ കറക്റ്റ് ഒരു കണ്ടത്തിൻ്റെയൊക്കെ നടുക്ക് വന്ന് നിൽക്കുകയാണ്. നമ്മുടെ കൂടെ നമ്മുടെ വണ്ടിയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പരിചയപ്പെട്ട റെഡ് ഷെയ്ഡ് വരുന്ന റിവറിൻ്റെ ഇന്ത്യൻ സ്കൂട്ടറായിരുന്നു. ഇന്ന് നമ്മൾ വണ്ടി സ്വന്തമാക്കിയത് വൈറ്റ് കളറാണ്. വൈറ്റിന് കുറച്ചുകൂടെ ക്ലാസി ലുക്ക് ഇടുന്നുണ്ടെന്ന് ആ ഒരു പർപ്പസിലാണ് വൈറ്റിലേക്ക് വന്നത്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഷെയ്ഡ്. ഓക്കെ, നമുക്ക് വണ്ടിയെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കാം. ഒരു 500 കിലോമീറ്റർ, ഒരു 5 ദിവസം അല്ലെങ്കിൽ 4 ദിവസമൊക്കെ വണ്ടി ഓടിച്ചതിന് ശേഷമുള്ള അതിൻ്റെ ഒരു റിവ്യൂയിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ ഡിസൈൻ എലമെൻസിൽ നിന്ന് തന്നെ തുടങ്ങാം. ലുക്ക് ഏകദേശം ഒരു 30-35 വയസ്സ് പ്രായം വരുന്നവർക്ക് വരെ വളരെയധികം ഇഷ്ടപ്പെടുന്ന കിഡിലൻ ലുക്കിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. ഫസ്റ്റിൽ തന്നെ ഫ്രണ്ടിലത്തെ റിവറിൻ്റെ ഒരു ബാഡ്ജിങ് മാത്രം നീറ്റായിട്ടുള്ളൊരു ബാഡ്ജിങ്, കംപ്ലീറ്റ്ലി വണ്ടി കിഡിലൻ ലുക്ക്. ഒരു 5 കളർ വേരിയൻസ് വരുന്നുണ്ട്. യെല്ലോയ്, റെഡ്, ബ്ലൂ, വൈറ്റ്, പിന്നെ ഒരു ഗ്രേ ഷെയ്ഡ് ബ്ലാക്ക് എന്ന് പറയാം നമുക്കതിന്. ഈ 5 കളർ വേരിയൻസ് ഉള്ളതിനാണ് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കളേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും. പൊതുവേ ഗേൾസിനായാലും യെല്ലോ വണ്ടി അല്ലെങ്കിൽ റെഡ്, ബ്ലൂ ഇതൊക്കെ ഭയങ്കരമായിട്ട് സ്യൂട്ട് ചെയ്യും. ഫോട്ടോഷൂട്ട്സിനൊക്കെ ആയാലും കിഡിലൻ വണ്ടിയാണ് കേട്ടോ. അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ ഫ്രണ്ടിലെ 2 കണ്ണ് പോലുള്ള ആ ഒരു ഹെഡ്ലൈറ്റ്സ്. ഇത് യെല്ലോ വണ്ടിയിലേക്ക് വരുമ്പോൾ ഒരു മിനിയൻസിൻ്റെയൊക്കെ ഫേസ് പോലെ തോന്നിക്കുന്ന ഒരു ചെറിയ സിമിലാരിറ്റീസ് അവിടെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ നമ്പർ പ്ലേറ്റും കാര്യങ്ങളും എല്ലാം വരുന്നത്. 2 സൈഡിലും ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ജസ്റ്റ് ഓണാക്കി കാണിക്കാം. ഇൻഡിക്കേറ്റേഴ്സിന് ഈ ഒരു സൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ചിലർക്ക് അതൊരു അരോചകമായി ഫീൽ ചെയ്യുമെങ്കിലും മറ്റ് ചിലർക്ക് അത് ഭയങ്കര ഉപകാരമാണ്. കാരണം ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് അത് ഓഫ് ആക്കിയോ ഇല്ലയോ എന്ന് അറിയാത്തൊരവസ്ഥയുണ്ട്. ആ ഒരവസ്ഥയ്ക്ക് ഒരു പരിധി വരെ ഒരു പരിഹാരമാണ്. ഇനി നമ്മൾ വണ്ടി ഓണാക്കി വണ്ടിയിൽ ഇൻഡിക്കേറ്റേഴ്സ് ഇടുമ്പോൾ തന്നെ ഇതിലും ആ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. ശബ്ദമില്ലായിരുന്നെങ്കിൽ പക്ഷേ ഇത് കണ്ടെടുത്താൻ ഇച്ചിരി പ്രയാസമുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന വാഹനം എക്സ്പൾസ് ആയതുകൊണ്ട് അതിൽ കുറച്ചുകൂടെ എളുപ്പമാണ് ഈ ഒരു ഐറ്റം കണ്ടുപിടിക്കാനായിട്ട്. വണ്ടി ജസ്റ്റ് ഓൺ ആക്കുമ്പോൾ തന്നെ ആ ഹെഡ്ലൈറ്റിന് ചുറ്റുമുള്ള ഒരു ലൈറ്റ് ഇങ്ങനെ കത്തി നിൽക്കും. അത് കഴിഞ്ഞ് നമുക്ക് സ്വിച്ചസ് വേണ്ട. ഹാൻഡിൽ ബാറിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ലൈറ്റ്സിൻ്റെ സ്വിച്ചസ് വരുന്നത്. ഇത് ഇവിടെ പാസിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതുപോലെ ലോ ബീം, ഹൈ ബീം 2 ഓപ്ഷൻ ഉണ്ട്. ഹൈ ബീമിൽ വരുമ്പോഴായിരിക്കും 2 ലൈറ്റ്സും നമുക്ക് കത്തുന്നത്. അത് വണ്ടി ഓൺ ആകുമ്പോൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ വണ്ടി ഇപ്പോൾ ഓൺ ആക്കി കാണിക്കാൻ എൻ്റെ കൂടെ ഒരാളൂടെ ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് വരത്തുള്ളൂ. കാരണം സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ ഉള്ള സാഹചര്യത്തിൽ വണ്ടി ഓൺ ആവത്തില്ല. ഇനി അതിൻ്റെ സൈഡ് ലുക്കിലേക്ക് വരുവാണെങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ ഓൾറെഡി കണ്ടു ഇവിടെ റിവർ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുള്ളത്. നൈസായിട്ടുള്ളൊരു ലുക്കിലും ആ ഒരു ഫോണ്ടിലൊക്കെയാണ് ആ റിവർ എന്നുള്ള ബാഡ്ജിങ്. അവിടെ നേരെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ സൈഡിൽ ഇൻഡേ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത് നീറ്റായിട്ട് ജസ്റ്റ് ഒരു പോർഷനിൽ മാത്രമാണ് ആ ഒരു ബാഡ്ജിങ് വരുന്നത്. ഇത് ജസ്റ്റ് ഒരു സ്റ്റിക്കർ വർക്ക് പോലെ തന്നെ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് മാറ്റ് ഈ സൈഡ്സ് ലേഡീസ് ഫുഡ് പെഗ് ഇത് രണ്ടും നമുക്ക് ആക്സസറിയാണ്. അതേപോലെ സീറ്റ് കവർ. ഈ 3 ആക്സസറി മാത്രമേ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ അഡീഷണൽ ബാക്കിൽ വരുന്ന 3 ടൈപ്പ് ഗ്രിൽസ് വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് പില്ലിയൻ സപ്പോർട്ട് രീതി വരുന്ന 3 തരം ഗ്രിൽസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ 2 വെറൈറ്റീസ് ഓഫ് വിൻഷീൽഡ് വരുന്നുണ്ട്. ഇതൊന്നും നമ്മൾ ചെയ്തില്ല. വരുന്ന ദിവസങ്ങളിൽ ഓരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് നോർമൽ ലുക്കിൽ വണ്ടി യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്ന് നോക്കാമെന്നുള്ള പർപ്പസിലാണ് ഇങ്ങനെ വണ്ടി ഇറക്കിയത്. ഓക്കെ, സൈഡിലേക്ക് ഇവിടുത്തെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഫ്രണ്ട് ഫുഡ് പെഗ് തന്നെയാണ്. നമുക്ക് വണ്ടിയിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇത് വളരെ യൂസ്ഫുള്ളാണ്. പ്രത്യേകിച്ച് ഇച്ചിരി കൂടെ നീളമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചാണ് ഈ ഒരു ഫുഡ് പെഗ് വളരെ യൂസ്ഫുള്ളാണ്. ഇതാണ് ഏറ്റവും മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്കൂട്ടറിന്. ചില സാഹചര്യത്തിൽ ഫ്രണ്ടിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നിറച്ചു കൊണ്ട് വെക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ ബാക്കിലത്തെ ഫുഡ് പെഗിലോട്ട് കാല് വളച്ച് ചവിട്ടാറുണ്ട്. അതല്ലെങ്കിൽ ഫ്രണ്ടിൽ ഇതിന് പുറത്തേക്ക് കാലെടുത്തിടാറൊക്കെ ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഫുഡ് പെഗ് ഭയങ്കര യൂസ്ഫുള്ളാണ്. അതേപോലെ തന്നെ ഇച്ചിരി നീളമുള്ള ഒരാൾക്ക് ഇച്ചിരി വൈഡായിട്ടൊക്കെ ഇരുന്ന് വണ്ടി കാല് വെച്ചുകൂടി ബാലൻസ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഫുഡ് പെഗ് വന്നിരിക്കുന്നത്. സൈഡിൽ വന്നിരിക്കുന്നത് ഈ ഒരു ഗ്രില്ല്, ഇത് നമുക്ക് കുറച്ചുകൂടെ ലുക്ക് തരുന്നുണ്ട്. ലുക്കിന് ഉപരി ഇതിനൊരു യൂസ് വരുന്നുണ്ട്. കാരണം വണ്ടി ഇപ്പോൾ നമ്മളൊരു ടൈറ്റ് സ്പേസിലൂടെ കൊണ്ടുപോകുമ്പോൾ ജസ്റ്റ് ഇവിടെ സ്ക്രാച്ചസ് ഒക്കെ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സ്ക്രാച്ചിനെയും അതല്ലെങ്കിൽ ഒരു ചെറിയ ആക്സിഡൻറ്റിലൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനമാണിത്. നമ്മൾ സപ്പോസ് താഴെ ഒന്ന് വണ്ടി വീണ് എന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഈ ഒരു ഗ്രാബ് റെയിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നമുക്ക് വണ്ടി ഒന്ന് മറിച്ചിട്ട ശേഷം ഈ സാധനം നോക്കാം കുറച്ചുകൂടെ. ഫ്രണ്ട് പോർഷൻ ആ ഒരു ഗ്രില്ലിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. അതേപോലെ തന്നെ ബാക്ക് പോർഷൻ്റെ ഈ ഒരു ഗ്രില്ലിലും സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ ഒരു ചെറിയ ആക്സിഡൻ്റൊക്കെ നമ്മുടെ വണ്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഐറ്റം നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. ബോഡിയോട് ചേർത്ത് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് പൊസിഷൻ ചെയ്തുകൊണ്ട് തന്നെ താഴെ പെട്ടെന്നൊരു വീഴ്ചയൊക്കെ വീണാൽ ആ ഇൻഡിക്കേറ്റേഴ്സിന്
യാതൊന്നും സംഭവിക്കുന്നില്ല. അതും വളരെ ഒരു അഡ്വാൻറ്റേജാണ്. മിക്കവാറും നമ്മൾ വണ്ടികൾ താഴേക്ക് വീഴുമ്പോൾ ഇൻഡിക്കേറ്റർ ആദ്യം തന്നെ പൊട്ടി പിന്നെ അത് തൂങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെയാണ് പോകുന്നത്. ബാക്കിലേക്ക് പോകുകയാണെങ്കിൽ ബാക്ക് ലുക്ക് കുറച്ച് ശോകമാണെന്ന് തോന്നും, പക്ഷേ വണ്ടി ഓടുമ്പോൾ ആ ബ്രേക്ക് ലൈറ്റ് ഒക്കെ കത്തി നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ ബാക്കിലും റിവറിൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. ഒരുപാട് ബാഡ്ജിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കാതെ ഉള്ള സ്ഥലത്ത് നൈസായിട്ട് ആ ബാഡ്ജിങ് കൊടുത്ത് അടിപൊളി ഒരു ലുക്കിലാണ് ഈ ഒരു വാഹനം പോകുന്നത്. പിന്നെ സ്റ്റോക്ക് ഈ ലുക്കിനെക്കാട്ടിൽ ബാക്കിലൊരു ഗ്രാപ്പ് ലൈറ്റ്സ് വരുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ലുക്ക് അടിപൊളിയാവുന്നത്. സ്റ്റോക്ക് ലുക്കിൽ ഇച്ചിരി ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഒരു 1000 കിലോമീറ്ററിലാണ് നമ്മുടെ ഫസ്റ്റ് സർവീസ് വരുന്നത്. ആ 1000 കിലോമീറ്റർ നമ്മൾ ഫസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങൾ കാണിച്ചു തരാം. ഈ വാഹനത്തിൻ്റെ ടെക്നിക്കൽ സ്പെക്കുകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം ടെക്നിക്കൽ സ്പെക്ക് നമുക്ക് പലർക്കും യൂട്യൂബ് നോക്കിയാലോ അതല്ലെങ്കിൽ നോർമലി ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു യൂസർ കംഫർട്ടിൽ ഈ ഒരു വാഹനം എങ്ങനെ ഉണ്ടെന്നുള്ളതിനെപ്പറ്റി കൂടുതൽ കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ടയേഴ്സ് അത്യാവശ്യം വലിപ്പമുള്ള 14 ഇഞ്ചസിൻ്റെ ടയേഴ്സാണ് വരുന്നത്. ട്യൂബ്ലെസ് ടയേഴ്സാണ്. പഞ്ചറോ കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടാത്തതുകൊണ്ട് പഞ്ചർ കിട്ടിയാൽ എങ്ങനെയാണെന്നുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിയിട്ടില്ല. അലോയ് വീൽസാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. പിന്നെ ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ CBS എന്നൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തേക്കണം. CBS മീൻസ് നമുക്ക് ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ 2 ബ്രേക്കും ചെറിയ രീതിയിൽ അപ്ലൈ ആകുന്നുണ്ട്. ആ ഒരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂട്ടറിലുള്ള ഏറ്റവും വലിയ നെഗറ്റീവാണ് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് സ്റ്റക്കായിട്ട് നിന്നിട്ട് വണ്ടി മറിയുക അല്ലെങ്കിൽ സ്കിഡാകുക എന്നീയൊക്കെ പ്രോബ്ലം. ആ ഒരു പ്രോബ്ലം ഒരുപാട് ഇതിനകത്ത് കുറയുന്നുണ്ട്. എനിക്ക് സ്കൂട്ടറിൽ പൊതുവേ ഫീൽ ചെയ്ത പല പ്രശ്നങ്ങളും ഈ ഒരു സ്കൂട്ടറിലില്ല. ഒന്നാമത്തെ കാര്യം നമ്മുടെ കാല് വെക്കാനൊരു സ്ഥലമില്ല എന്നുള്ളത്. എനിക്ക് അത്യാവശ്യം നീളമുള്ളതുകൊണ്ട്. രണ്ടാമത്തെയാണ് ഈ ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടി സ്കിഡായി പോകുന്നത്. ആ ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് വാഹനത്തിന്. അതുകൊണ്ട് തന്നെ ഈ വെയിറ്റ് ഒന്ന് പൊക്കി നോക്കിയിട്ടൊക്കെ വണ്ടി വാങ്ങിക്കാൻ പോവുക. ഇപ്പോൾ വണ്ടി വീട്ടിൽ സിസ്റ്ററിന് വേണ്ടി വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചിന്തിക്കും. അവരെ കൊണ്ടുപോയി ഈ വാഹനം ഒന്ന് ഓടിച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി അവർക്ക് എങ്ങനെ കംഫർട്ടബിൾ ആണോ എന്ന് നോക്കിയിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുക. കാരണം വെയിറ്റ് ചിലപ്പം നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ വെയിറ്റ്. പക്ഷേ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്ററാണ്. ഈ ഒരു ബിലോ 25 അല്ലെങ്കിൽ 30 ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം അടിപൊളിയായിട്ട് ചൂസ് ചെയ്യാം. പ്രത്യേകിച്ച് നിങ്ങളൊരു മെയിൽ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പോർട്ടി ലുക്കിൽ അല്ലെങ്കിൽ കുറച്ച് ലുക്കുള്ള പെർഫോമൻസ് ഉള്ള ഒരു വാഹനം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ചൂസ് ചെയ്യാം. ഇനി ഏറ്റവും മെയിൻ കാര്യം ഈ വണ്ടിയുടെ റേഞ്ച്. വാഹനത്തിന് ഇത് ഇവിടെ മോഡ്സിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് മോഡ് സ്വിച്ച് ചെയ്യേണ്ടത്. നമ്മൾ വണ്ടി ഓണാക്കിയ ശേഷം ആക്സിലേറ്റർ റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ മോഡ്സ് സ്വിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആക്സിലേറ്റർ പിടിച്ച് വെച്ചുകൊണ്ട് ഈ മോഡ് സ്വിച്ച് ആവത്തില്ല. ആക്സിലേറ്റർ റിലീസ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. ഇത് വണ്ടി ഓണാക്കുമ്പോൾ ചെറിയൊരു നോയ്സ് കേട്ടിട്ടില്ല. ഇതൊരു അരോചകമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതൊരു ഒന്നാമത്തെ ഡ്രോബാക്കായിട്ട് നമുക്ക് പറയാം. വണ്ടി ഓണാക്കുമ്പം നമുക്ക് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത് സൈഡ് സ്റ്റാൻഡ് ഒന്ന് തട്ടി അത് കഴിഞ്ഞിട്ട് വണ്ടി ഓണാക്കാനായിട്ട് ബ്രേക്കിൽ പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് കിൽ സ്വിച്ച് ഒന്ന് കണ്ടോ അന്നേരം ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ ഈ സൗണ്ട്സ് ഇച്ചിരി അരോചകമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഫുഡ് പഗ്. കണ്ടോ നമുക്ക് ജസ്റ്റ് നൈസായിട്ട് വെക്കാൻ പറ്റുന്നുണ്ട് കാര്യം ഈ ഫുഡ് പഗിലോട്ട്. ഓക്കെ, അടുത്ത ഫസ്റ്റ് മോഡാണ് ഇവിടെ എക്കോ എന്നുള്ള മോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് സ്വിച്ച് ചെയ്താൽ എക്കോ മാറിയത് റൈഡിലേക്ക് വരും. വീണ്ടും എഗെയിൻ റൈറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് റഷിലേക്ക് വരും. അപ്പോൾ 3 ടൈപ്പ് മോഡ്സാണ് ഈ വാഹനത്തിലുള്ളത്: എക്കോ, റൈഡ്, റഷ്. ഇതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട മോഡ് റൈഡ് തന്നെയാണ്. റഷ് വളരെ അടിപൊളിയാണ്. നമുക്ക് നോർമൽ റോഡിൽ റൈഡിൽ പോയാൽ മതി. എക്കോ മോഡെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് പോകാൻ എക്കോ മോഡ് നൈസാണ്. ഒരാൾ മാത്രമായി നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ എക്കോ മോഡിൽ ഒരു 40 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകും. ആ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു വണ്ടി ഒന്ന് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റൈഡിലിട്ട് കൊടുത്തിട്ട് നമ്മൾ ഓവർടേക്ക് ചെയ്യുക, വീണ്ടും എക്കോയിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. വണ്ടി ഓടുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഞാൻ വണ്ടി ഓണാക്കി വെച്ചിട്ട് ഓടിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ടങ്ങ് പോയി, പ്രതീക്ഷിച്ചില്ലത്. ഓക്കെ, ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിട്ടിട്ട് ഇങ്ങനെ സ്വിച്ച് ചെയ്തിട്ട് വീണ്ടും ഓടിക്കാം. വീണ്ടും ഒന്ന് സ്വിച്ച് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഓടിക്കാൻ പറ്റും, വീണ്ടും തിരിച്ച് സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ജസ്റ്റ് ആ ഒരു സെക്കൻഡിലത്തേക്ക് ആ ഒരു കാര്യം വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ പറ്റും. ഓടുന്നതിനിടയ്ക്ക് എക്കോ ഇട്ട് ഓടിച്ചാലും നമുക്ക് ഏകദേശം ഒരു 110 പോട്ടെ 100 റേഞ്ച് കിട്ടുമെന്ന് നമുക്ക് കൂട്ടാം എക്കോയിൽ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നതാണ് നമുക്ക് ഇതിനകത്ത് ആ ഒരു റേഞ്ചിൻ്റെ ഇൻഡിക്കേഷൻസ് എല്ലാം വരുന്നുണ്ട്. എക്കോ ഇട്ടേക്കുമ്പോൾ ഇവിടെ 82% ചാർജ് ഉണ്ട്, 92 കിലോമീറ്റർ ഓടുമെന്നാണ് കാണിക്കുന്നത്. സമയം 5:25. നെക്സ്റ്റ് നമ്മൾ അവിടുന്ന് സ്വിച്ച് ചെയ്ത് റൈഡ് മോഡ്. റൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് 82% ചാർജ്, 75 കിലോമീറ്റർ. പിന്നെ അടുത്ത റഷിലേക്ക് വരുമ്പോഴത്തേക്ക് റഷ്യ 3ാമത്തെ മോഡിലെത്തി, 82% ചാർജ്, 57 കിലോമീറ്റർ. ഇനി ഓരോന്നിൻ്റെയും ടോപ്പ് സ്പീഡ് എത്രയാണെന്നായിരിക്കും അടുത്തൊരു ചോദ്യം. എക്കോയിൽ ഏകദേശം ഒരു 40 കിലോമീറ്റർ ആ ഒരു സ്പീഡേ കിട്ടത്തുള്ളൂ. പക്ഷേ അവിടുന്ന് നെക്സ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് റൈഡിലേക്ക് പോയാൽ നമുക്ക് ഏകദേശം 75-80 വരെയൊക്കെ കിട്ടും. പിന്നെ ഞാൻ ഇതിനകത്ത് എക്കോയിലൊരു 55 ടോപ്പ് സ്പീഡ് ടച്ച് ചെയ്തിട്ടുണ്ട്.
റൈഡിലൊരു 78 തോന്നുന്നു എൻ്റെ ഓർമ്മ. പിന്നെ റഷ്യയിലൊരു 82 വരെ എനിക്ക് പോകാൻ പറ്റും. 90 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 82 വരെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ എക്കോയിൽ 55 കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇറക്കമായിരിക്കണം, അല്ലാതെ 55 കിട്ടത്തേ ഉള്ളൂ. ഓൺ റോഡിൽ ഒരു 50 ഇല്ല, 45 വരെ നമുക്ക് മാക്സിമം പ്രതീക്ഷിക്കാം എക്കോയിൽ. പിന്നെ റൈഡിലേക്ക് പോകുകയാണെങ്കിൽ നമുക്കൊരു 70-60 നൈസായിട്ട് ക്രൂസ് ആവും. ഏറ്റവും ബെറ്റർ മോഡ് റൈഡ് തന്നെയാണ്. റൈഡിൽ നമുക്ക് അത്യാവശ്യം റേഞ്ചും കിട്ടും, അതേപോലെ തന്നെ അത്യാവശ്യം സ്പീഡും കിട്ടും. ഒരു കാറിനെയൊക്കെ ഓവർടേക്ക് ചെയ്യാൻ എക്കോ മോഡിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ റൈഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഓവർ. റഷിലിട്ട് കഴിഞ്ഞാൽ വണ്ടിയുടെ ഫുള്ള് കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. നമുക്ക് കിഡിലൻ സ്പോർട്ടിയായിട്ട് ഇച്ചിരി പവർഫുള്ളായിട്ട് വണ്ടി ഓടിക്കാം. പക്ഷേ വളരെ കുറച്ച് ദൂരം മാത്രമേ നമുക്ക് ആ വണ്ടി കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്യാവശ്യം വിസിബിലിറ്റി വരുന്ന 2 മിറേഴ്സാണ് വാഹനത്തിൽ വരുന്നത്. ഓക്കെ, റേഞ്ചിൻ്റെ കാര്യം ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എക്കോയിലൊരു 100, റൈഡിലൊരു 90, 85, 90, റഷിലൊരു 70-75 അത്രയൊക്കെ നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇനി നെക്സ്റ്റ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ്. ഫ്രണ്ടിൽ ഇവിടെ ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ജസ്റ്റ് ഫോണ്, വാലറ്റ്സ് അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊള്ളത്തുള്ളൂ. ജസ്റ്റ് ഇത്രയും ഒരു സ്പേസ് വരുന്നുണ്ട്, ഇപ്പുറത്തൊരു ചെറിയ സ്പേസ് വരുന്നുണ്ട്. ഇവിടെ തന്നെയാണ് നമുക്ക് അകത്ത് കാണുന്ന ഈ ഒരു ലിവർ ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വെളിയിലേക്ക് പുഷ് ചെയ്യുമ്പോൾ നമ്മുടെ ചാർജിങ് സോക്കറ്റ് ഓപ്പൺ ആവും. ഇതൊരു വാഹനത്തിൻ്റെ ഒരു നെഗറ്റീവായി ചാർജിങ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്ന ഒരു നെഗായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ ഇത് താക്കോൽ ഇനി ഇങ്ങനെ ഉരിയെടുക്കാൻ പറ്റത്തില്ല, കണ്ടോ? അത് മറ്റൊരു നെഗറ്റീവ്. ഇത് തുറന്നതിന് ശേഷം താക്കോൽ ഉരിയെടുക്കാൻ പറ്റത്തില്ല. ഇത് തിരിച്ച് നേരെ ആക്കിയാൽ മാത്രമേ താക്കോൽ ഊരാൻ പറ്റത്തുള്ളൂ. പക്ഷേ അന്നേരം ഇങ്ങനെ ഇട്ടിട്ട് ഊരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാദ്യം നമ്മൾ തുറന്ന്, ഇതൊരു സേഫ്റ്റി ഫീച്ചറായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് തുറന്നിട്ട് പോകാതിരിക്കാൻ വേണ്ടി അടച്ചിട്ട് മാത്രം തുറക്കുക എന്നുള്ള രീതിയിലായിരിക്കും ഒരു കൊണ്ടുവന്നേക്കുന്നത്. പക്ഷെ നമ്മുടെ ഒരു ഡിസ്കംഫർട്ട് അവിടെ ഫീൽ ചെയ്യും. ഇവിടെ ഈ ഒരു പിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ളിലാണ് ചാർജിങ് വരുന്നത്. പിന്നെ ചാർജറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞുതരാം ചാർജറിനെ പറ്റി. ജസ്റ്റ് ഇത് ഇങ്ങനെ ഹോൾഡ് ചെയ്താൽ ഇത് അടയുകയും ചെയ്യും. ഓക്കെ, അടുത്തതായിട്ട് സീറ്റിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജിലേക്ക് പോകും. ഇവിടെയാണ് സീറ്റ് ഓപ്പണിങ് വരുന്നത്. അണ്ടർ സീറ്റ് സ്റ്റോറേജിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് ഇരിപ്പുണ്ട്. ഇപ്പുറത്ത് നമുക്കൊരു ഫുൾ ഫേസ് ഹെൽമെറ്റ് കൂടെ വെക്കാം. ഇതിപ്പോൾ എൻ്റെ ഡ്രോൺ വെച്ചേക്കാണ്. ആ ഡ്രോണിൻ്റെ കവർ ബാഗിൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടാണ്. ഇനി ചെറിയ നമ്മുടെ റൈഡിങ് ഗിയേഴ്സ്, അതായത് ജാക്കറ്റ്സ്, എന്തെങ്കിലും ചെറിയ ജാക്കറ്റ്സോ ഗ്ലൗസോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ 2 ബാഗ് ഇതിനകത്ത് വെച്ചുകൊണ്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ഈ വാഹനത്തിന് വരുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള സ്കൂട്ടറുകളിൽ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് വരുന്ന വാഹനം ഇത് തന്നെയാണ്. അടുത്ത ഡ്രോബാക്കിലേക്ക് പോകും. കണ്ടോ, സീറ്റ് ഞാൻ ഇങ്ങനെ വെച്ച് അടച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ അങ്ങ് പോയി കിടക്കും. ഇതിനെ നേരെ വിട്ട് കഴിഞ്ഞാൽ വല്ല രീതിയിലേ കിടക്കത്തുള്ളൂ. നമ്മൾ സീറ്റ് തുറന്നിട്ട് കണ്ടോ വല്ല രീതിയിലും വന്ന് കിടക്കും. അത് ഒരു ആംഗിളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നേരെ വെച്ച് പിന്നെ ഒന്ന് പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ സീറ്റ് അടയത്തുള്ളൂ. അതൊരു വലിയ ഡ്രോബാക്കായിട്ട് ഫീൽ ചെയ്തു. പലപ്പോഴും വണ്ടി അടച്ചിട്ട് പോകുമ്പോൾ സീറ്റ് അടങ്ങി കിടക്കാറില്ല. അത് നമ്മൾ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് അതിനെ ശ്രദ്ധിക്കേണ്ട ഒരു രീതിയിലേക്കൊക്കെ വരുന്നുണ്ട്. അത് ഇച്ചിരി നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു. ഇനി റൈഡിങ്ങിലുള്ള കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞതിന് ശേഷം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ച് ലെങ്തി ആയിട്ട് പോകുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ ഒരു എക്സ്പീരിയൻസ്, ജസ്റ്റ് ഒരു എക്സ്പീരിയൻസേ ആയിട്ടുള്ളൂ. ഇനി കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ടൊക്കെ ഇറങ്ങിയതിന് ശേഷം മാത്രം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് സർവീസിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇനി റൈഡ് എക്സ്പീരിയൻസ് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ പറയാം. നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഞാൻ കൊണ്ടുവച്ചൊരു സ്പോട്ട് കണ്ടപ്പോഴറിയാം, ഒരു കണ്ടത്തിന് നടുക്ക് കൊയ്ത്ത് കഴിഞ്ഞ് ഉണങ്ങി കിടക്കുന്ന ഒരു കണ്ടത്തിന് നടുക്കേക്കാണ് വണ്ടി ഇറക്കിയത്. കാരണം ആ ഒരു കംഫർട്ട് എനിക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടി. ഞാൻ യൂസ് ചെയ്യുന്നത് എക്സ്പൾസ് ആണെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. എക്സ്പൾസ് ഓടിച്ചുകൊണ്ട് പോകുന്ന പോലെയൊക്കെ തന്നെ എനിക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് റെസ്റ്റ് ഔട്ട് സൈഡിലേക്ക് വരുന്നതുകൊണ്ടാണ്. നമ്മൾ കാല് മടക്കി വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പുറത്തേക്ക് കാലെടുത്ത് വെക്കാം. ഇപ്പോൾ ഈ വണ്ടി പോകുന്ന റൂട്ടുകൾ കണ്ടാലും നിങ്ങൾക്കറിയാം, ഏതൊരു ടെറൈനിലും ഇത് നൈസായിട്ട് കയറിപ്പോവും. ഈ റോട്ടിൽ കൂടെ ഒക്കെ തന്നെ ഞാൻ, ഇത് റോഡല്ല, ഈ വഴിയിലൂടെയൊക്കെ തന്നെ ഞാൻ ആക്റ്റീവായിട്ടാണ് പിന്നെ വന്നിട്ടുള്ളത്. പിന്നെ റെയർ, ഈ 2 വാഹനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും എനിക്ക് കുറച്ചുകൂടെ പവറും കുറച്ചുകൂടെ കോൺഫിഡൻസും കുറച്ചുകൂടെ കംഫർട്ടും കിട്ടുന്നത് ഈ റിവറിൽ തന്നെയാണെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. ആ ഒരു കോൺഫിഡൻസോടെ നമുക്ക് വണ്ടി കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ എല്ലാ സ്കൂട്ടറുകളിലും ഉള്ളതുപോലെ തന്നെ നമുക്ക് കൈക്ക് അത്യാവശ്യം നല്ല പെയിൻ അനുഭവപ്പെടും. റൈറ്റ് ഹാൻഡിന് എനിക്ക് അത്യാവശ്യം നല്ല പെയിൻ അനുഭവപ്പെടുന്നുണ്ട്. പൊതുവേ എനിക്ക് സ്കൂട്ടർ ഓടിക്കുന്ന ഇഷ്ടമേ അല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. കാരണം ബാക്ക് എഞ്ചിൻ വരുന്നത് കൊണ്ട് തന്നെ വണ്ടിക്ക് ബാക്കിലോട്ട് അല്പം വെയിറ്റ് കൂടുന്ന ആ ഒരു അവസ്ഥയൊക്കെ വരുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നുള്ളൊരവസ്ഥയിലുള്ള മനുഷ്യനാണ് ഞാൻ. പക്ഷേ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എന്നുള്ള പർപ്പസിലേക്ക് ഈ ഒരു വാഹനം എടുത്തപ്പോൾ തന്നെ ഇതിൻ്റെ ലെഗ് സ്പേസ്, അതുപോലെ തന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസ്, അങ്ങനെ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് ഈ വാഹനത്തിൽ. എന്ത് വേണമെങ്കിലും നമുക്കിതിനകത്ത് കൊണ്ട് നടക്കാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് ടെറൈനിലൂടെയാണ് ഈ വണ്ടി ഓടിപ്പോകുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. നല്ല കോൺഫിഡൻസും അത്യാവശ്യം നല്ല സസ്പെൻഷനും എല്ലാം ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 1 ഹാൻഡ് മോഡിലാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് തന്നെ. അപ്പോൾ അത്രയും അടിപൊളിയായിട്ട് നമുക്ക് ഈ വണ്ടിയെ കംഫർട്ടബിളായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്.
സോളോ ആയിട്ട് യാത്ര ചെയ്യാനാണെങ്കിൽ എക്കോ മോഡാണ് ബെസ്റ്റ്. എക്കോ മോഡിൽ നമുക്ക് ഏകദേശം ഒരു 47, 55 വരെയൊക്കെ ക്രൂസ് ചെയ്യാൻ പറ്റും. 47 കൂട്ടിയാൽ മതി, അടിപൊളിയായിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും എക്കോ മോഡിൽ. ഒറ്റയ്ക്ക് പോകുമ്പോൾ ഏകദേശം 110, 100 റേഞ്ച് കൂട്ടിക്കും, 100 റേഞ്ച് കിട്ടുന്നുണ്ട്. പക്ഷേ പില്ലിയൻ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ എക്കോ മോഡ് ഇച്ചിരി ശോകമായിരിക്കും. അപ്പോൾ നമ്മൾ റൈഡ് മോഡിലേക്ക് സ്വിച്ച് ആകുന്നുണ്ട്. റൈഡ് മോഡിൽ നമ്മൾ റഷിൽ പോകേണ്ട ആവശ്യമേ നമുക്ക് വരുന്നില്ല. റൈഡ് മോഡിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡിൽ പോകും. ഇപ്പം ബോട്ട് ഒരു 75 ഓക്കെ, അത് നമുക്ക് കിടിലനായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് റൈഡ് മോഡിൽ. ആ ഒരു റൈഡ് മോഡ് മതി ഈ ഒരു വാഹനത്തിന് പോകാനായിട്ട്. റൈഡ് മോഡിൽ നമുക്കൊരു 80 റേഞ്ച് അല്ലെങ്കിൽ 85 റേഞ്ച് വരെയൊക്കെ പ്രതീക്ഷിക്കാം. റഷ് എന്ന് പറയുന്ന മോഡ് നമുക്ക് ഉപയോഗമേ വരുന്നില്ല. പിന്നെ റഷ് എടുക്കേണ്ട ആവശ്യം വരുന്നത് ഇപ്പോൾ ഏതെങ്കിലും വണ്ടിയെ നമുക്ക് വളരെ സ്പീഡിലൊന്ന് ഓവർടേക്ക് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ ജസ്റ്റ് റഷിലോട്ടൊന്ന് സ്വിച്ച് ചെയ്ത് ഓവർടേക്ക് ചെയ്ത് പോയാൽ മതി. അല്ലാത്തപ്പോൾ നമുക്ക് ഓൺ റോഡിൽ ഡെയിലി യൂസിൽ റഷിന് വളരെ കുറച്ച് ഉപയോഗമാണ് വരുന്നത്. ഇപ്പോൾ എത്ര സ്പീഡിൽ പോകണമെങ്കിലും റൈഡ് മോഡിൽ കയറി പോകാം, കവർ ചെയ്ത് പോകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ എനിക്ക് പോകാൻ കഴിയുന്നുണ്ട്. പിന്നെ റൈഡിൽ ഈ വീഡിയോസ് കാണുമ്പോൾ പലർക്കും ഒരു ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ മനസ്സിൽ വ്യക്തമാകാത്തൊരു കാര്യമുണ്ട്, ഇതിൻ്റെ ഡിസ്പ്ലേ എത്രത്തോളം വിസിബിൾ ആണെന്നുള്ളത്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ വിസിബിലിറ്റി കുറവാണ് എന്ന് ഫീൽ ചെയ്യുമെങ്കിലും നമുക്ക് ഓൺ റോഡിൽ നമ്മുടെ ഐസൈറ്റിൽ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വിസിബിൾ ആവുന്നുണ്ട്. പിന്നെ കണ്ണാടി വെച്ചൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചൊക്കെ എങ്ങനെയാണ്, കണ്ണിന് കാഴ്ച കുറവുള്ളവരെ സംബന്ധിച്ച് എങ്ങനെയാണെന്നൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്ത് നോക്കി തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് ഇത് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഡിസ്പ്ലേ. പിന്നെ 80 ഒക്കെ ക്രൂസ് ചെയ്ത് കയറുന്നുണ്ടല്ലോ, വളരെ വേഗത്തിലാണ്. നല്ല ഇറക്കം വരുന്ന ഓപ്ഷൻ ആണെങ്കിൽ പോലും നമുക്ക് ആക്സിലേറ്റർ ഫുള്ള് റിലീസ് ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു ബ്രേക്കിംഗ് അപ്ലൈ ആവുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കുന്നുണ്ട്. സോ മറ്റ് വണ്ടികളെ പോലെ നമുക്ക് ഇറക്കത്തിൽ ആക്സിലേറ്റർ റിലീസ് ചെയ്തുകൊണ്ട് ഓടിക്കാൻ പറ്റത്തില്ല. അതൊരു ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഫുൾ ടൈം നമ്മുടെ വലത്തെ കൈ എൻഗേജ്ഡ് ആയിട്ടേ ഇരിക്കും. പിന്നെ റേഞ്ചിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ഏകദേശം ഒരു 80 എന്നുള്ള റേഞ്ച് നമ്മൾ കൂട്ടിയാൽ മതി. ആ റേഞ്ച് വെച്ച് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഈ ഒരു, അതായത് ഡെയിലി പോയി വരാനായിട്ട് ആ ഒരു ദൂരം മതി എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വാഹനം ചൂസ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ചെല്ലുന്ന സ്ഥലത്ത് കുത്തിയിടുക, വൈകുന്നേരം തിരിച്ചെടുത്തുകൊണ്ട് വരിക, അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ആണെങ്കിലും ഓക്കെ. പിന്നെ ഓൺ റോഡിൽ പകുതി വഴിക്ക് കുത്തിയിട്ടിട്ട് വരാമെന്ന്, കാരണം ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടീവ് അല്ല വാഹനം. അതുകൊണ്ട് തന്നെ അങ്ങനെ കുത്തിയിടാം എന്നുള്ളൊരു ചിന്തയുടെ പുറത്ത് ആരും വാഹനം എടുക്കണ്ട. പിന്നെ നമുക്കൊരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് ചാർജ് ആവുന്നൊരു ഫാസ്റ്റ് ചാർജർ ഓൾറെഡി കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. പക്ഷേ അത് ഇതുവരെ കസ്റ്റമേഴ്സിനായിട്ട് കൊടുത്തില്ല. അവരുടെ ഷോറൂം പർപ്പസിന് മാത്രമായിട്ട് ആ ഒരു ചാർജർ യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഫസ്റ്റ് സർവീസിന് പോകുമ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. നിലവിൽ യാതൊരു പണിയും നമുക്ക് കിട്ടിയില്ല. വണ്ടിയുടെ ലുക്കായാലും വണ്ടിയുടെ പെർഫോമൻസ് ആയാലും എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വണ്ടി കൊണ്ട് നടക്കുന്നൊരു ഫീലായാലും വണ്ടി ഓടിച്ചു പോകുന്നതിൻ്റെ ആ ഒരു കംഫർട്ട്നെസ് ആയാലും എല്ലാം അടിപൊളിയാണ്. അപ്പം റിവർ എടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് പോയൊരു ടെസ്റ്റ് ഡ്രൈവ് അടിച്ചതിന് ശേഷം ചൂസ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കിലോമീറ്റർ റേഞ്ച് നോക്കിയതിന് ശേഷം മാത്രം ചൂസ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ ദ വെയിറ്റ് നെക്സ്റ്റ് വീഡിയോ. ഓക്കെ.